നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണ്ടേ? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന പവർഫുൾ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കത് സാധിക്കും. നിങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ലെവൽ മുതൽ എക്സ്പേർട്ട് ലെവൽ വരെ പഠിക്കാനും അതിൻ്റെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വിശദമായിട്ട് പഠിപ്പിക്കുന്ന സീരീസിലെ 4ാമത്തെ വീഡിയോ ആണിത്. 3ാമത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും നമുക്കൊരു സ്റ്റോക്ക് ബ്രോക്കർ വേണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ സംസാരിക്കാനുള്ളത് ഇന്ത്യയിലെ ബെസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കറെ കുറിച്ചാണ്. നിങ്ങൾക്കറിയോ ഇന്ത്യയിലെ ബെസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കർ ഏതാണെന്ന്? 4 മില്യണോളം ഉപഭോക്താക്കളും അതേപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലെ ദിവസവുമുള്ള ട്രേഡിംഗ് വോളിയത്തിൻ്റെ 15% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഡിസ്കൗണ്ട് ബ്രോക്കറും അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് ബ്രോക്കറുമായ സെറോധയാണത്. അപ്പോൾ നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് സെറോധയെക്കുറിച്ചാണ്. അപ്പോൾ സെറോധയെ പരിചയപ്പെടുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് സെറോധയുടെ ചാർജസിനെ കുറിച്ചാണ് അല്ലേ? നിങ്ങൾക്കറിയോ ഒരു അക്കൗണ്ട് ഓപ്പണിങ്ങിന് സെറോധ എത്രയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് എന്ന്? നിങ്ങൾ ഇക്വിറ്റിയിൽ മാത്രമേ ട്രേഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, അതായത് ഇക്വിറ്റി സെഗ്മെൻറ്റ് മാത്രം നിങ്ങൾക്ക് ആക്ടിവേഷൻ ആക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ 200 രൂപ മാത്രമാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഫീ ആയിട്ട് കൊടുക്കേണ്ടതുള്ളത്. ഇനി അതല്ല, നിങ്ങൾ ഇക്വിറ്റിക്ക് പുറമെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അതേപോലെ കമ്മോഡിറ്റി, കറൻസി എന്നിവയിലും കൂടെ ആ ഒരു സെഗ്മെൻറ്റും കൂടെ നമുക്ക് ആക്ടിവേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ 300 രൂപയായിരിക്കും നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് ആയിട്ട് സെറോധയിൽ പേ ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നീട് നമുക്ക് സംസാരിക്കാനുള്ളത് സെറോധയിലെ ബ്രോക്കറേജും മറ്റ് ചാർജസും അവർ ഈടാക്കുന്നത് എത്ര രൂപയാണ് എന്നുള്ള കാര്യമാണ്. ഇക്വിറ്റിയിൽ ഡെലിവറി ഓർഡേഴ്സിന് സെറോധ 0 rupees ആണ് ഈടാക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾ ഇൻട്രാഡേ ഓർഡേഴ്സ് ആണ് പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 20 രൂപ അല്ലെങ്കിൽ 0.03% ഓഫ് ട്രേഡഡ് എമൗണ്ട്. ഇതിൽ രണ്ടിൽ ഏതാണോ കുറവ് അതായിരിക്കും സെറോധ നമ്മുടെ കയ്യിൽ നിന്ന് ബ്രോക്കറേജ് ആയിട്ട് ചാർജ് ചെയ്യുന്നത്. അതുപോലെ 0.00345% നമ്മുടെ ട്രേഡഡ് എമൗണ്ടിൻ്റെ ഇത്രയും പെർസെൻറ്റേജ് ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് ഈ രണ്ട്, അതായത് ഡെലിവറിയിലായാലും ഇൻട്രാഡേയിലായാലും നമ്മൾ ചാർജ് സെറോധയ്ക്ക് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ബ്രോക്കറേജിൻ്റെയും ട്രാൻസാക്ഷൻ ഫീയുടെയും കൂടെ തുകയുടെ 18% നമ്മൾ GST അടയ്ക്കേണ്ടതുണ്ട്. അതും നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ആക്കുന്ന ഒരു എമൗണ്ടാണ്. അത് രണ്ടിലും, അതായത് ഇൻട്രാഡേയിലാണെങ്കിലും അതേപോലെ തന്നെ ഡെലിവറി ഓർഡേഴ്സിലാണെങ്കിലും ആ ഒരു ചാർജ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെബി ചാർജായിട്ടും അതേപോലെ തന്നെ സ്റ്റാമ്പ് ചാർജായിട്ടും അത് വളരെ ചെറിയ ഒരു തുക ഇതിൻ്റെ കൂടെ തന്നെ 2 ഓർഡേഴ്സിലാണെങ്കിലും നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും ചാർജസ് ആണ് സെറോധയിൽ ഓരോ ട്രേഡിലും നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ലിവറേജിനെ കുറിച്ച് അറിയാനാണ്. നിങ്ങൾക്കറിയോ സെറോധ എത്രയാണ് നിങ്ങൾക്ക് ലിവറേജ് തരിക എന്നുള്ളത്? നമ്മൾ ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അപ് ടു 5x വരെയാണ് സെറോധ നമുക്ക് ലിവറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് 20% മാർജിൻ. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒരു 10,000 രൂപയാണുള്ളത് എന്ന് വിചാരിക്കും. എങ്കിൽ നമുക്ക് 50,000 രൂപയ്ക്കുള്ള ട്രേഡ് എടുക്കാൻ സാധിക്കും. ബാക്കിയുള്ള നമ്മളുടെ തുക നമ്മുടെ ബ്രോക്കർ സെറോധ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ 5x അപ് ടു 5x ലിവറേജ് ആണ് സെറോധ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് സെറോധയിൽ എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് വാങ്ങുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ സെറോധയുടെ ഹോം പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു പേജായിരിക്കും ആദ്യമായിട്ട് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർജിൻ കാണാൻ പറ്റും. പിന്നെ ഇവിടെ 1 2 3 4 5 6 7 ഇത് വാച്ച് ലിസ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോക്സിനെ ഇവിടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് ടാറ്റ മോട്ടോഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാന്ന് വെച്ചാൽ ടാറ്റ മോട്ടോഴ്സ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ദെൻ ടാറ്റ മോട്ടോഴ്സിൽ NSEയിലുള്ള NSE ആണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. NSEയിലായിരിക്കും നമ്മൾ ഭൂരിഭാഗം ട്രേഡ് ചെയ്യുക BSEനെക്കാട്ടിലും. സോ ദെൻ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഒരു ബൈ പൊസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ബൈ ക്ലിക്ക് ചെയ്യുക. ബൈ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് സ്ക്രീൻ ഇവിടെ
മീൻസ് വരുന്നത് കാണാം. ദെൻ ഞാനൊരു 10 ക്വാണ്ടിറ്റി ആണ് ലൈക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റെഗുലർ ഓർഡർ ഉണ്ട്, കവർ ഓർഡർ ഉണ്ട്, AMO ഉണ്ട്, ഐസ്ബർഗ് ഓർഡർ ഉണ്ട്. അപ്പോൾ ഇതിൽ റെഗുലർ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ടേമിലേക്കൊക്കെ ലൈക്ക് വാങ്ങിച്ച് വെക്കുന്നതിന് റെഗുലർ ഓർഡർ എടുക്കാൻ പറ്റും. ദെൻ കവർ ഓർഡർ നമ്മൾ കാര്യമായിട്ട് ഇൻട്രാഡേ ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുക. ദെൻ ഇപ്പോൾ ഇൻട്രാഡേയിലൊരു 10 ക്വാണ്ടിറ്റി ആണ് നമ്മൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി നമുക്ക് 10 ഇവിടെ കൊടുക്കാൻ പറ്റും. ദെൻ ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓർഡർ ഉണ്ട്, ലിമിറ്റ് ഓർഡർ ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണോ മാർക്കറ്റ് പ്രൈസ്, അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 434 രൂപ 75 പൈസ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കറൻറ്റ് മാർക്കറ്റ് പ്രൈസിന് വാങ്ങാനാണ് ഇവിടെ മാർക്കറ്റ് പ്രൈസ് യൂസ് ചെയ്യുക. ദെൻ ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഏത് പ്രൈസിനാണ് നമുക്ക് ആ ഒരു ഷെയർ വാങ്ങേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ 434 രൂപ 40 പൈസയാണ്. ഇപ്പോൾ ഞാനിവിടെ പ്രീസെറ്റ് ചെയ്യുകയാണ് 434 രൂപ ഒരു 10 പൈസയിലേക്ക് എത്തുകയാണെങ്കിൽ എനിക്ക് അവിടെ മതി എന്ന് ഉദ്ദേശിക്കാൻ മീൻസ് ആ ഒരു രീതിയിൽ വാങ്ങാൻ നമുക്ക് ലിമിറ്റ് ഓർഡർ കൊടുക്കാൻ പറ്റും. ദെൻ അതേപോലെ സ്റ്റോപ്പ് ലോസ്, ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പോൾ ബൈ പൊസിഷനാണ്, അതായത് പ്രൈസ് മുകളിലേക്ക് പോകുന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ബൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മളുടെ ആ ഒരു ഉദ്ദേശത്തിന് എതിരായിട്ടാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലോസിനെ ലിമിറ്റ് ചെയ്യാനാണ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ സ്റ്റോപ്പ് ലോസും നമുക്കിവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മാർക്കറ്റ് ഓർഡറിൽ ബൈ ചെയ്യുകയാണ്. സോ കവർ ഓർഡറാണ്, ഇൻട്രാഡേ ആണ് നമ്മൾ ചെയ്യുന്നത്, കവർ ഓർഡർ. ദെൻ ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി നമ്മൾ ടൈപ്പ് ചെയ്തു. ദെൻ മാർക്കറ്റ് ഓർഡറാണ്, സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ലൈക്ക് ഒരു 434 രൂപ ഒരു 10 പൈസയിൽ ഞാൻ സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്തു. ദെൻ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ നമ്മൾ 10 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ സ്വാഭാവികമായിട്ട് 434 രൂപ 40 പൈസയാണ് ഒരു ക്വാണ്ടിറ്റിയുടെ വില. അപ്പോൾ ഉറപ്പായിട്ടും 10 ക്വാണ്ടിറ്റിക്ക് 4340 രൂപ വരേണ്ട സ്ഥലത്ത് നമുക്കിവിടെ മാർജിൻ റിക്വയർഡ് 868 രൂപ 80 പൈസ മാത്രമേ ഉള്ളൂ. അതായത് 5x ലിവറേജാണ് നമുക്കിവിടെ നമ്മുടെ സെറോധ തന്നിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് മാർജിൻ റിക്വയർഡ് എന്ന് പറഞ്ഞാൽ 868 രൂപ 80 പൈസ മാത്രമാണ് വേണ്ടത്. സോ ഇവിടെ ബൈ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്, ഇവിടെ കാണാൻ പറ്റും കംപ്ലീറ്റ് ആയി എന്നുള്ളത്. ദെൻ ഓർഡേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് കാണാൻ പറ്റും. ഇവിടെ നമ്മളുടെ ആ ഒരു ബൈ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. എഗെയിൻ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്, ആ ഒരു പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെൽ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് ആ ഒരു ഓർഡർ ഇവിടെ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്, അതാണ് ഓപ്പൺ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. സോ ഓർഡേഴ്സിൽ പോവുകയാണെങ്കിൽ എക്സിക്യൂട്ടഡ് ആയ ഓർഡേഴ്സിനെ ഓപ്പൺ ആയിട്ട്, അതായത് പെൻഡിങ്ങിലുള്ള ഓർഡേഴ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ദെൻ അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് പൊസിഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ വാങ്ങിച്ച ക്വാണ്ടിറ്റിയിലുള്ള പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ് എത്രയാണെന്നുള്ളത് ഇതാ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ ഹോൾഡിങ്സിലേക്ക് പോവുകയാണെങ്കിൽ ലൈക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ തന്നെ ഒരു ക്വാണ്ടിറ്റി ഞാനിവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് 9 രൂപ 80 പൈസ, ലൈക്ക് ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് 9 രൂപ 80 പൈസ പ്രോഫിറ്റിലാണ്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 5 റുപ്പീസ് 75 പൈസയാണ്. അപ്പോൾ അത് നമുക്ക് ഹോൾഡിങ്സ്, നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾഡിങ്സിൽ പോയാൽ കാണാം. ദെൻ പൊസിഷൻസിലേക്ക് പോകുമ്പോൾ 50 പൈസ 1 രൂപ അവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത് നമ്മളുടെ ഇപ്പം നമ്മൾ ഇൻട്രാഡേ ടാറ്റ മോട്ടോഴ്സ് ചെയ്ത അതിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എഗെയിൻ നമുക്ക് നല്ല പ്രോഫിറ്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ എഗെയിൻ നമ്മൾ ഓർഡേഴ്സിൽ പോയിട്ട് ടാറ്റ മോട്ടോഴ്സിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ഓപ്ഷൻസ് കാണാം. അതിൽ എക്സിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയത് കാണാൻ പറ്റും, എക്സിറ്റ് ആയത് കാണാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ പൊസിഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് എത്രയാ അല്ലെങ്കിൽ ലോസ് എത്രയാ എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ബൈ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇൻട്രാഡേയിൽ ഷോർട്ട് സെല്ല് ചെയ്യാമെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. സോ ഷോർട്ട് സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇത് ബൈ ആണ്. ദെൻ ദിസ് വൺ ഈസ് ഷോർട്ട് സെൽ. ഷോർട്ട് സെല്ല് ചെയ്യുന്നത് എഗെയിൻ അതിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പോലെ തന്നെ ആ ഒരു പോപ്പപ്പ് സ്ക്രീൻ ഇവിടെ വരും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കവർ ഓർഡർ എടുക്കുക. എത്രയാണോ ക്വാണ്ടിറ്റി നമ്മൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സെൽ ക്വാണ്ടിറ്റി അടിക്കുക.
എഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റ് പ്രൈസിനാണ് സെല്ല് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ്, ദെൻ ലിമിറ്റിനാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് കൊടുക്കുക. ഞാൻ ഇപ്പോൾ തൽക്കാലം മാർക്കറ്റ് പ്രൈസിനാണ് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എഗെയിൻ ഞാനിവിടെ മാർക്കറ്റ് താഴേക്ക് പോകുമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ ഷോർട്ട് സെല്ല് ചെയ്യുന്നത്. എൻ്റെ ഉദ്ദേശത്തിനെതിരായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ ലോസിനെ ലിമിറ്റ് ചെയ്യണം. അപ്പോൾ അതിനിവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ 435 രൂപ 20 പൈസയാണ്. ഞാൻ ലൈക്ക് 436 രൂപയിലേക്ക് എത്തുകയാണെങ്കിൽ എൻ്റെത് ഓട്ടോമാറ്റിക്കലി സെൽ ഓഫ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്തു. ദെൻ ഇവിടെ ലൈക്ക് ഇവിടെ നേരത്തെ പോലെ തന്നെ മാർജിൻ റിക്വയർഡ് നോക്കുകയാണെങ്കിൽ 869 രൂപ 90 പൈസ മാത്രം മതി ഈ ഒരു 10 ക്വാണ്ടിറ്റി നമുക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയും 5x ലിവറേജ് തന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ചില സ്റ്റോക്സിനനുസരിച്ച് 5x എന്നുള്ളത് 3x ഒക്കെ ആയി കുറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈക്ക് ടാറ്റ മോട്ടോഴ്സിൽ 5x ലിവറേജ് തന്നെ നമ്മളുടെ ബ്രോക്കർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ സെല്ല് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഓർഡർ, നമ്മളെ സെൽ ഓർഡർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ എഗെയിൻ നേരത്തെ പോലെ തന്നെ ഓർഡേഴ്സിൽ പോവുകയാണെങ്കിൽ എക്സിക്യൂട്ട് ആയ ഓർഡേഴ്സ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നേരത്തെ എക്സിക്യൂട്ട് ആയത് ടാറ്റ മോട്ടോഴ്സിൽ തന്നെ നമ്മൾ നേരത്തെ ഒരു ബൈ എടുത്തു, അത് സെല്ല് ചെയ്തു, അത് രണ്ടും എക്സിക്യൂട്ട് ആയതാണ്. ഇപ്പോൾ നമ്മളൊരു ഷോർട്ട് സെല്ല് ചെയ്തു, ആ ഒരെണ്ണം ഇപ്പോൾ ഇവിടെ എക്സിക്യൂട്ടഡ് ആയിട്ടുണ്ട്. ദെൻ ആ ഷോർട്ട് സെല്ലിൻ്റെ ഇതായിരുന്നു ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് ഇവിടെ. സോ അതും എക്സിക്യൂട്ടായി. ഓക്കെ, എഗെയിൻ നേരത്തെ പോലെ തന്നെ പൊസിഷൻസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ 6 രൂപ 50 പൈസ നമുക്ക് ലോസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലൈക്ക് ദെൻ ഡാഷ് ബോർഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഫണ്ട് റിക്വയർഡ് മാർജിൻ അവൈലബിൾ കാണാൻ പറ്റും. ദെൻ അഗെയിൻ ഓർഡേഴ്സ് റണ്ണിങ് ആണെന്നുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള ബാക്കി എത്രയാണോ നമ്മുടെ മാർജിൻ അവൈലബിൾ ആയിട്ടുള്ള അതൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ സെറോധയെ കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങളും അതേപോലെ തന്നെ സെറോധ ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റോക്ക് എങ്ങനെ വാങ്ങാം, എങ്ങനെ വിൽക്കാം എന്നുള്ള കാര്യവുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇവിടെ സംസാരിച്ചത്. അപ്പോൾ ഇതുപോലെ ഒരു ബിഗിനർക്ക് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്നുള്ള ഒരു വീഡിയോ സീരീസാണിത്. അപ്പോൾ ഇതിലെ ഓരോ വീഡിയോസും വിശദമായിട്ട് കാണുക. സ്റ്റോക്ക് മാർക്കറ്റിനെ പോലെ തന്നെ ക്രിപ്റ്റോ മാർക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചോ എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ എല്ലാം നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓരോ വീഡിയോയും ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്ന ലൈക്കാണ് നമുക്കിവിടെ അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാവുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് സെറോധയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനുള്ള ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു സീരീസിൽ ഓരോ വീഡിയോയിലും സംസാരിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണ്ടേ? ഞങ്ങളുണ്ട് കൂടെ.